ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നല്ല രാവിലെ പോലെ നല്ല മഴയാണ് കേട്ടോ. നല്ല കിട്ടാ വിറക്കണ മഴയും നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ കുറേ നേരമൊക്കെ മൂടിപ്പോച്ച് കിടന്നൊക്കെ നോക്കി, പിന്നെ ഞാൻ ചാടി എഴുന്നേറ്റു. എന്തായാലും പെട്ടെന്നാണ് ഒരു ഐഡിയ ഉദിച്ചത്. അപ്പം ഞാൻ ഉടനെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. അപ്പം നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഇന്നിങ്ങനെ മുടി അഴിച്ചിട്ടിരിക്കണം എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? കുറേ പേരോട് ചോദിച്ചു, ചേച്ചിക്ക് എത്ര മുടി? നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കട്ട് ചെയ്തതല്ല, നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൊണേറ്റ് ചെയ്തിട്ട് പിന്നെ ഈ ചെവിയുടെ അത്ര വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ ബാക്കി എത്ര വളർന്നു എന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം വെച്ചാൽ ഞാൻ സാധാരണ മുടി കെട്ടി വെച്ചിട്ടല്ലേ വരുന്നത്. അപ്പോൾ പലർക്കും മനസ്സിലാവണില്ല മുടി നീണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് സ്ട്രൈറ്റ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ഈ ഒരു നോർമൽ തന്നെ ഇടും. ഇതാണ് എൻ്റെ ഒരു ഹെയറിൻ്റെ ശരിക്കുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു ചെറിയ കേളി ആയിട്ടുള്ളൊരു ഹെയറാണ്. അപ്പോൾ ഏകദേശം ഇത്രയായിട്ട് നമ്മളുടെ ഹെയർ വളർന്നിട്ടുണ്ട്. ഇത്രയുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഇങ്ങനെ നമ്മൾ വലിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നീളും. ഇപ്പോൾ സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നീണ്ടിരിക്കും. അപ്പം ഇതാണ് നമ്മളുടെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടല്ലോ. അപ്പം ഇത്രയും നന്നായിട്ട് നല്ല ഗ്രോ ആയിട്ട് നന്നായിട്ട് ലെങ്തി ആയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് വളർന്നു. അതിന് ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ കട്ട് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ. ചെറിയ ഒരു കുറച്ച് 2 സെൻറ്റിമീറ്റർ നീളത്തിലൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ നീളത്തിൽ. അപ്പോൾ അടിയിൽ ഇച്ചിരി വൃത്തികേടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇതാണ് ഒരു നിലവിലുള്ള അവസ്ഥ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു ചലഞ്ചുമായിട്ടാണ്. എത്ര പേരുണ്ട് ചലഞ്ചിന്? വീഡിയോസ് മിക്കത് കാണുന്നുണ്ടാവും. എന്നാൽ ചെയ്ത് നോക്കാനായിട്ട് മടിയന്മാരും മടിച്ചുകളുമായിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് അവരെയൊക്കെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ചലഞ്ച്. അപ്പോൾ ഒരു വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. അതൊരു സിമ്പിളായിട്ടൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്താൽ മതി. നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് ഇന്നാണ്. നമ്മളുടെ വീഡിയോസിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ തന്നെ ചെയ്യുന്നതായിട്ടൊരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കോഫി മാസ്കാണ് ഇഷ്ടമായി, കോഫി ഹണിയും കൂടെ മിക്സ് ചെയ്തൊരു മാസ്ക് ഇഷ്ടമായി. ചിലർക്ക് ടമ്മറിന് നമ്മളുടെ പുളി വെച്ചിട്ടുള്ള ഒരു ബ്ലീച്ച് ഇല്ല, അതായിരിക്കും ഇഷ്ടമായിട്ടുണ്ടാവുക. ചിലർക്ക് പൊട്ടാറ്റോയും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാടുകൾ മാറിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി റെമഡികൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഫേവറേറ്റ് DIY നമ്മുടെ ചാനലിലായിരിക്കും കേട്ടോ. അപ്പോൾ ഏതാണ് അത് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ജസ്റ്റ് അത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു പൊട്ടറ്റോയും ഹണിയും കൂടെ മിക്സ് ചെയ്താണെങ്കിൽ പൊട്ടറ്റോ എടുത്ത് ജസ്റ്റ് അത് പീൽ ചെയ്ത് അതിൻ്റെ അകത്ത് ഹണിയൊക്കെ മിക്സ് ചെയ്ത് നിങ്ങൾ എടുക്കുന്നതായിട്ടും അത് ഫേസ് പാക്കായിട്ട് ഇടുന്നതായിട്ടും ഒക്കെ ഒന്ന് കാണിക്കാം. ഏതായാലും കുഴപ്പമില്ല. ഹെയർ ഓയിൽ ആവട്ടെ, ഫേസ് പാക്ക് ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റെമഡി സെലക്ട് ചെയ്യുക. ജസ്റ്റ് മൊബൈലിൽ അത് എടുക്കുക. 3 മുതൽ 2 to 3 മിനിറ്റ്സോ 3 മുതൽ 4 മിനിറ്റോ അല്പം കൂടിയാലും കുഴപ്പമില്ല. ഒരു 4 മിനിറ്റിലൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ അത് ചെയ്തിട്ട് എനിക്ക് അയക്കും കേട്ടോ. അപ്പോൾ അത് വാട്സാപ്പിലോ അതുപോലെ തന്നെ Gmail ID ഉണ്ട്, നമ്മളിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അത് രണ്ടിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അയക്കുക. ഇത് ജെൻസിനും ലേഡീസിനും ഒരുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മടിയന്മാരും മടിച്ചികളെയൊക്കെ ഒന്ന് ഉഷാറാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് നിങ്ങൾ പ്രേക്ഷകർ എത്രമാത്രം ഇഷ്ടപ്പെടും എന്നുള്ളത് അന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കും ഞാൻ ഉൾപ്പെടെ എനിക്കൊരു സന്തോഷമില്ല ഇത് കാണുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും അത് എത്രമാത്രം ഇഷ്ടപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ പങ്കെടുക്കുക. അതിൽ ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് മുതൽ നമ്മൾ ഉണ്ടാക്കി അപ്ലൈ ചെയ്യുന്നതും റിസൾട്ട് എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾക്കത് എത്രമാത്രം ഇഷ്ടമാണെന്നും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്, അത്രയും നല്ലത്. അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു 3 മുതൽ 4 മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ ആയിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ അത് ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു പാക്ക് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങളത് ഇഷ്ടപ്പെടുന്നത് കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത് എന്തെങ്കിലും വാട്സപ്പിലൂടെ ജിമെയിലൂടെ ഷെയർ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു ഫാമിലി മൊത്തം വേണമെന്നുണ്ടെങ്കിലും പങ്കെടുത്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണേ. അയച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത വീഡിയോസ് നമ്മളുടെ ചാനലിൽ എന്നോടൊപ്പം തന്നെ കാണിക്കുന്നതായിരിക്കും. നിങ്ങളും ഞാനും ഒരുമിച്ച് നമുക്ക് വീഡിയോ ചെയ്താലോ? ആ വീഡിയോ ഒരു 2 വീക്സിനുള്ളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരു കിഡ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.